സനീഷ് കുമാർ ജോസഫ്. യെസ് സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പദവി അലങ്കരിച്ചിരുന്ന, ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന CPM ഇന്ന് കോൺഗ്രസിൻ്റെ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിഷ്കാസിതമായി ഇന്ന് കോൺഗ്രസിൻ്റെ പിന്തുണ കൊണ്ട് ദേശീയ പാർട്ടി പദവി നിലനിർത്തിയ CPM നേതാവിൻ്റെ കോൺഗ്രസിനോടുള്ള സമീപനം അനുചിതമാണ് സാർ. ലോകത്തിന് തന്നെ മാതൃകയാകാൻ പോകുന്ന വികസന സംവിധാനമെന്ന് കൊട്ടിഘോഷിച്ചാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി അവതരിപ്പിച്ചത്. പ്രാദേശിക ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് എന്തു സംഭവിച്ചു എന്ന് പരിശോധിച്ച 5ാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇങ്ങനെ രേഖപ്പെടുത്തി: കാലഹരണപ്പെട്ട പദ്ധതി ആസൂത്രണ രേഖ, പദ്ധതി രൂപീകരണത്തിൽ കാര്യമായ സംഭാവന നൽകാത്ത വർക്കിംഗ് ഗ്രൂപ്പുകളും ഗ്രാമസഭകളും വികസന സെമിനാറുകളും, പദ്ധതികളുടെ ബാഹുല്യം, അവ നടപ്പാക്കുന്നതിലെ കാലതാമസം, പദ്ധതി തുക വാർഡ് അടിസ്ഥാനത്തിൽ വീതം വയ്ക്കൽ, ഉപഭോക്തൃ കമ്മിറ്റി വഴി നടപ്പാക്കൽ തുടങ്ങിയവ തദ്ദേശ സ്ഥാപനങ്ങളുടെ മോശമായ നടത്തിപ്പിനും അഴിമതിക്കും ഇടയാക്കുന്നു. അധികാരം വികേന്ദ്രീകരിച്ചെങ്കിലും പ്രാദേശിക സർക്കാരുകളുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്താനോ ഉദ്യോഗസ്ഥരുടെ എണ്ണം കാര്യമായി വർദ്ധിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. 1995 ഒരു പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ശരാശരി എണ്ണം 12 ആയിരുന്നത് 2013 2005 15 മാത്രമേ കൂടിയിട്ടുള്ളൂ. സ്കൂളുകൾ, ആശുപത്രികൾ, കൃഷി ഓഫീസുകൾ തുടങ്ങിയവയുടെ ആസ്തികളുടെ പരിപാലനം മാത്രമേ പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറിയിട്ടുള്ളൂ. നടത്തിപ്പിൻ്റെ പൂർണ്ണാധികാരം സർക്കാർ വകുപ്പുകൾക്ക് തന്നെയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പ്രാദേശിക സർക്കാരുകൾക്കുമേൽ താങ്ങാൻ കഴിയാത്ത ചുമതലകളാണ് ഇപ്പോഴുള്ളത്. സാമൂഹ്യക്ഷേമ പെൻഷൻ പട്ടിക തയ്യാറാക്കൽ, ഗ്രാമീണ തൊഴിൽ പദ്ധതി, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എന്നിവ ഏൽപ്പിച്ചതുമൂലം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താറുമാറായിരിക്കുന്നു സാർ. ഈ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് സാർ. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയും അനുവദിച്ച വിഹിതത്തിനനുസരിച്ച് പദ്ധതികൾ നടപ്പിലാക്കാനും കഴിയാത്ത അവസ്ഥയാണ് സാർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബഡ്ജറ്റ് വിഹിതത്തിൽ വലിയ രീതിയിൽ വെട്ടിക്കുറവുണ്ടായി. റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് പകുതിയോളം വെട്ടിക്കുറച്ചു. ഇതുമൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡുകളുടെ പരിപാലനം അവതാളത്തിലായി സാർ. പദ്ധതി വീതം 2ാം ഗഡു അനുവദിച്ചത് ഡിസംബറിൽ, പിന്നീട് ട്രഷറി നിയന്ത്രണമായിരുന്നു സാർ. 3ാം ഗഡു അനുവദിച്ചത് മാർച്ച് അവസാന വാരം. 2 ദിവസം ബില്ലുകൾ സമർപ്പിക്കാൻ സമയം നൽകി. ഈ ബില്ലുകൾ ഒന്നും പണമായില്ല. പാസ്സാക്കാതെ പെൻഡിംഗ് ലിസ്റ്റാക്കി. അപ്പോഴും എക്സ്പെൻഡിച്ചർ ആയതായി തദ്ദേശ സ്ഥാപന മേലധികാരികൾ കരുതി. എന്നാൽ പിന്നീട് ഈ ബില്ലുകളെല്ലാം തിരിച്ചെടുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. ഏപ്രിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻഡിച്ചർ ഈ വർഷത്തെ വിഹിതത്തിൽ നിന്നും എടുക്കേണ്ട ഗതികേടായി സാർ. നഗരസഭകളിൽ ഏപ്രിൽ 1 മുതൽ സ്മാർട്ട് സംവിധാനം നടപ്പിലാക്കിയത് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമായി. ഈ സംവിധാനത്തിൽ ട്രഷറിയിൽ ബിൽ നൽകാൻ വേണ്ട സാങ്കേതികവിദ്യ ഇതുവരെയില്ല. അതുകൊണ്ട് തന്നെ 3 മാസമായി ട്രഷറിയിൽ ബിൽ നൽകാൻ നഗരസഭകൾക്ക് സാധിച്ചിട്ടില്ല. ബിൽ മാറി പണം ലഭിക്കാത്തതിനാൽ പുതിയ മരാമത്ത് വർക്കുകൾ ഏറ്റെടുക്കാൻ കരാറുകാർ സന്നദ്ധരാകുന്നില്ല. ട്രഷറി ബിൽ നൽകാത്തതിനാൽ വൈദ്യുതി, വാട്ടർ ബില്ലുകൾ അടയ്ക്കൽ, അംഗനവാടി, പോഷകാഹാര വിതരണം, മരുന്ന് വാങ്ങാൻ വേതനം നൽകൽ, വാഹനങ്ങൾ ഇന്ധനമടിക്കൽ തുടങ്ങിയ അടിയന്തര പ്രവർത്തനങ്ങൾ പോലും നടത്താനാകുന്നില്ല. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി താളം തെറ്റിയിരിക്കുകയാണ് സാർ. ലൈഫ് PMAY ഭവന പദ്ധതിയുടെ സർക്കാർ വിഹിതം സമയബന്ധിതമായി നൽകാത്തതിനാൽ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ നിലവിലുള്ള പഴയ വീട് പൊളിച്ച് പണിയുന്ന പാവപ്പെട്ട ഗുണഭോക്താക്കൾ ഇപ്പോൾ പെരുവഴിയിലാണ് സാർ. തനത് ഫണ്ടുകൾ ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ധനകാര്യ വകുപ്പിൻ്റെ സർക്കുലർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശം കവരുന്നതാണ്. പഞ്ചായത്തി രാജ് ചട്ടമനുസരിച്ച് പ്രാദേശിക സർക്കാർ ഫണ്ടുകൾ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അനുവാദമില്ല. സർക്കാർ കരാറുകാർക്ക് വിവിധ വകുപ്പുകളിൽ നിന്ന് നൽകുവാനുള്ള കുടിശ്ശിക 15,000 കോടി രൂപ കടന്നിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവൃത്തികൾ ചെയ്ത വകയിൽ തന്നെ 2,500 കോടിയോളം രൂപ കുടിശ്ശികയാണ്. ഇത്രയും കുടിശ്ശിക ചരിത്രത്തിൽ ആദ്യമായാണെന്ന് കരാറുകാർ പറയുന്നത്. കുടിശ്ശിക കുന്നുകൂടുമ്പോഴും കരാറുകാർക്കുള്ള രജിസ്ട്രേഷൻ ഫീസും ഡെപ്പോസിറ്റ് തുകയുമെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതോടെ പുതിയ കരാറുകളൊന്നും ഏറ്റെടുക്കുന്നില്ല. നിർമ്മാണ സാമഗ്രികളുടെ വിലയും കുത്തനെ കൂടി. പ്രവൃത്തി സമയബന്ധിതമായി തീർത്തില്ലെങ്കിൽ അതിന് പിഴയും അടയ്ക്കേണ്ടി വരും. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾക്ക് ട്രഷറിയിൽ നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ കരാറുകാർ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്. വികസന പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ്.
ഔദ്യോഗിക വെബ്സൈറ്റ് തയ്യാറാക്കാൻ സർക്കാർ സ്ഥാപനത്തെ മറികടന്ന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതും ഈ ധനപ്രതിസന്ധിയുടെ കാലത്തെ വിചിത്ര നടപടിയാണ്. കാലാകാലങ്ങളായി തദ്ദേശ വകുപ്പിന് മാത്രമായി സോഫ്റ്റ്വെയർ തയ്യാറാക്കാനും സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കാനും ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന സ്ഥാപനം പ്രവർത്തിക്കുമ്പോഴാണ് സ്വകാര്യ കമ്പനിക്ക് ലക്ഷങ്ങൾ നൽകിയത്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ കയ്യോടെ പിടികൂടുന്ന ട്രാപ്പ് കേസുകളുടെ എണ്ണത്തിൽ 2023 സർവകാല റെക്കോർഡാണ് സംസ്ഥാന വിജിലൻസ് രേഖപ്പെടുത്തിയത്. 55 ട്രാപ്പ് കേസുകളിൽ 15 തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു. തൊട്ടുപിന്നിൽ 14 റവന്യൂ വകുപ്പും. ഇക്കാര്യത്തിൽ 2 വകുപ്പുകളും തമ്മിൽ ആരോഗ്യകരമായ മത്സരമാണ് സർ. അടച്ചിട്ടിരിക്കുന്ന വീടുകളിലെ മാലിന്യ പരിശോധന നടത്താൻ ഹരിതകർമ്മസേനയ്ക്ക് അധികാരം നൽകിയത് തർക്കങ്ങൾക്ക് വഴിവെക്കും. അധികാര ദുരുപയോഗമായിരിക്കും ഫലം. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംവേദ പ്രദേശം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് തയ്യാറാക്കിയ കരട് റിപ്പോർട്ടിന്മേൽ വകുപ്പ് നാളിതുവരെ അഭിപ്രായം അറിയിച്ചിട്ടില്ല. മാർച്ച് അവസാനം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കാനുള്ള ജാഗ്രത കാണിച്ചു. ചാലക്കുടി നിയോജകമണ്ഡലിലെ അതിരപ്പള്ളി, പരിയാരം ഗ്രാമപഞ്ചായത്തുകളിൽ നടന്നത് പൊതുജനങ്ങളെ കേൾക്കാതെയുള്ള തെളിവെടുപ്പായിരുന്നു. കെ സ്മാർട്ട് അത്ര സ്മാർട്ടല്ലെന്നാണ് സംസ്ഥാനത്തെ ചെറുകിട കച്ചവടക്കാർ പറയുന്നത്. വ്യാപാരികളെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി രേഖകളാണ് കെ സ്മാർട്ട് വഴി ലൈസൻസ് പുതുക്കാൻ ആവശ്യമുള്ളത്. സെപ്റ്റംബർ വരെയുള്ള കെട്ടിട നികുതി മുൻകൂറായി അടയ്ക്കണമെന്നാണ് അതിലൊന്ന്. നികുതി അടച്ച രസീത് ഓൺലൈനായി അപ്ലോഡ് ചെയ്യണം. പല കെട്ടിട ഉടമകൾക്കും കുടിശ്ശികയുണ്ട്. ഈ കുടിശ്ശിക അടച്ചു തീർത്താൽ മാത്രമേ ലൈസൻസ് പുതുക്കാൻ സാധിക്കൂ. മറ്റൊരു പ്രധാന നിബന്ധന ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ടാണ്. മാലിന്യമില്ലാത്ത കടകളും ഫീ അടച്ച് ബിൽ അപ്ലോഡ് ചെയ്യണം. മാത്രമല്ല മാലിന്യമിടാൻ വ്യത്യസ്ത ബിന്നുകളും സ്ഥാപിക്കണം. ഈ ബിന്നുകൾ വഴിയേ പോകുന്ന ആളുകൾക്കും മാലിന്യമിടാവുന്ന സ്ഥലത്തായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാലിന്യം നിറയുന്ന പേടി വ്യാപാരികൾക്കുണ്ട്. എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും ശുചികൾ വേണമെന്ന നിബന്ധന പ്രായോഗികമല്ല. കേരളത്തിൽ ഭൂരിപക്ഷം ചെറുകിട ഷോപ്പുകളും ഒറ്റമുറിയിൽ ഒതുങ്ങുന്നതാണ്.